ശനിദോഷങ്ങളായിട്ടുള്ള ഏഴരശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി അങ്ങനെ പല വിധത്തിലുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണ് നീരാഞ്ജനം എന്ന് പറയുന്നത്. ശനിദോഷ പരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും ലളിതവുമാണ് ഒപ്പം ഫലപ്രദവുമായിട്ടുള്ളൊരു വഴിപാടാണ് നീരാഞ്ജനം. ശനിയാഴ്ചകൾ തോറുമോ അല്ലെങ്കിൽ ജന്മനക്ഷത്രം പിറന്നാളിനൊക്കെ നമുക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് വളരെ ഗുണകരമാണ്. നാളികേരം രണ്ടായി ഉടച്ച് വെള്ളം കളഞ്ഞ് അതിൽ എള്ള് കിഴിവെച്ച് നല്ലെണ്ണ നിറച്ച് ശാസ്താവിനെ ആരതി ഒഴുകിയും ആ ദേവതയ്ക്ക് മുന്നിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും, അതായത് 2 നാഴിക അല്ലെങ്കിൽ 48 മിനിറ്റ് ആ ദീപം കത്തിച്ച് വയ്ക്കുകയും ചെയ്യുന്നതാണ് നീരാഞ്ജനം. ഒരു നാളികേര മുറിയിൽ എള്ള് കിഴിവെച്ച് ശുദ്ധമായ നല്ലെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നതാണ് നീരാഞ്ജനം. ഇത് കത്തിക്കുന്ന സമയത്ത് ശനി മന്ത്രം ജപിക്കേണ്ടതുമാണ്. പല വിധത്തിലുള്ള ദുരിതങ്ങളെ നാം നാളികേരത്തിൻ്റെ മുറിയിലൂടെ പ്രതിനിധീകരിക്കുന്നു. ശനി എന്നത് എള്ള് എന്ന ധാന്യത്തിൻ്റെ കാരഹത്വം വഹിക്കുന്ന ആളാണ്. അഥവാ ശനിയുടെ പ്രാധാന്യമുള്ള ധാന്യം എന്ന് പറയുന്നത് എള്ളാണ്. അപ്പോൾ ഈ എള്ള് കിഴിയിൽ കെട്ടി ശനിയുടെ ബലമുള്ള നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് ശാസ്താവിന് അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയോട് പ്രാർത്ഥിക്കപ്പെടുന്നതാണ് നീരാഞ്ജനം. ഇതിൽ വെളിച്ചെണ്ണ, നെയ്യ് എന്നിവ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ശനിയുടെ ബന്ധമായിരിക്കുന്ന ഇരുമ്പ് അഥവാ അയണിൻ്റെ അംശമുള്ള സാധനങ്ങളാണ് ശനിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദീപം കത്തിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണകളായിരിക്കുന്ന നല്ലെണ്ണ, വെളിച്ചെണ്ണ, നെയ്യ് തുടങ്ങിയവയിൽ എള്ളെണ്ണയ്ക്കാണ് അതിന് പ്രാധാന്യം വരുന്നത്. പൂർവികമായും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യപ്പെടുന്നത്. നീരാഞ്ജനം കത്തിക്കുമ്പോൾ അത് കത്തിത്തീരുന്നത് വരെ ശനിയുടെ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.